പ്ലാൻ ചെയ്ത് പോലീസ് നിങ്ങൾ കണ്ടോ ഇവര് വന്നപ്പോ അന്തേവാസികളായ വയോധികർക്ക് ലൈംഗിക പീഡനം നേരിട്ട ഇടമണ്ണിലെ പുനർജനി അഭയകേന്ദ്രത്തിൽ ലൈംഗിക പീഡനത്തിൽ അറസ്റ്റിലായ ബ്രഹ്മദാസിന്റെ ബന്ധുക്കളും നാട്ടുകാരുമായി വാക്കേറ്റം. സ്ഥാപനത്തിൽ തെന്മല പോലീസിന്റെ പരിശോധന നടക്കുന്നതിനിടെ ശനിയാഴ്ച രാവിലെ ബന്ധുക്കൾ സ്ഥാപനത്തിൽ തള്ളിക്കയറാൻ ശ്രമിച്ചതാണ് വാക്കേറ്റത്തിന് ഇടയാക്കിയത്. സ്ഥാപനത്തിലേക്കുള്ള ഇവരുടെ പ്രവേശനം ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ തടയുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. പ്രകോപിതരായ ബന്ധുക്കൾ ബഹളം വെക്കുകയും ജനപ്രതിനിധികളോടും മാധ്യമപ്രവർത്തകരോടും തട്ടിക്കയറുകയും ചെയ്തു. വന്നവർ ഇതിനകത്ത് കയറാൻ പാടില്ല. നിങ്ങളുടെ സാധനങ്ങൾ ഇപ്പോഴൊന്നും എടുക്കാൻ പറ്റത്തില്ല. അല്ല, നിങ്ങൾ എല്ലാരും കൂടെ ചേർന്നാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നത്? പിന്നെ നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്തുവാ? അധികാരം സ്ഥാപിക്കേണ്ട കാര്യം എന്തുവാ? ഇവിടെ ആരും അധികാരം സ്ഥാപിച്ചു മാസ്ക് മാറ്റി ഞങ്ങൾ മുഖം ഒന്ന് കാണട്ടെ. അവര് പറയട്ടെ ഇവിടുത്തെ സ്ഥാപനത്തിന്റെ ആരാണെന്ന്. ഒറ്റ ചോദ്യം, ഇതുമായിട്ട് ചേച്ചിക്ക് ബന്ധമുണ്ടോ? ഈ സ്ഥാപനമായിട്ട് ചേച്ചിക്ക് ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് മാത്രം ചേച്ചി പറഞ്ഞു. എനിക്കൊരു ബന്ധമില്ല. പ്രേമാനന്ദ നിങ്ങളുടെ ആരാണ്? ചേച്ചിയുടെ ആരാ? ബ്രഹ്മദാസ് അതാ ചോദിക്കുക. ബ്രഹ്മദാസ് ചേച്ചിയുടെ ആരാ? അപ്പൊ മനസ്സിലായി. ഇനി ഇറങ്ങിയോ? ഇനി പറയണ്ട. ഇനി ഇറങ്ങിയോ? അതല്ല, അതിന്റെ അകത്ത് മറ്റേ ആ ചേച്ചിയെ പ്ലാൻ ചെയ്ത് പോലീസ് നിങ്ങൾ കണ്ടോ ഇവര് വന്നപ്പോ അറസ്റ്റിലായ ബ്രഹ്മദാസിന്റെ സഹോദരി, രണ്ടാം ഭാര്യയുടെ മകൾ, സഹോദരിയുടെ മകൻ ഉൾപ്പെടെയുള്ള 3 പേരാണ് സ്ഥാപനത്തിനുള്ളിൽ കടക്കാൻ ശ്രമിച്ചത്. തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമമാണെന്ന് നാട്ടുകാർ ആരോപിച്ചതോടെ ഇരുകൂട്ടരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. മാധ്യമപ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും നേരെ ഇവർ തട്ടിക്കയറുകയും കയ്യേറ്റം ചെയ്തെന്ന് ആരോപിക്കുകയും ചെയ്തു. എന്നാൽ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ അങ്ങനെയൊരു കയ്യേറ്റം നടന്നിട്ടില്ലെന്ന് തിരിച്ചടിച്ചതോടെ ഇവർ പിൻവാങ്ങി. ഇവരെ സ്ഥാപനത്തിൽ പ്രവേശിപ്പിക്കാതെ തന്നെ പിന്നീട് പോലീസ് സ്ഥാപനം അടച്ചുപൂട്ടി സീൽ ചെയ്തു. ഇവരിൽ നിന്ന് പോലീസും വയോജന കമ്മീഷനും വിവരങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.